ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുമാര, നീ വെറുതെ ഇല്ലാത്ത പറയരുത് കേട്ടോ. ഞാൻ ഉള്ള സത്യാ പറഞ്ഞ. ഞാൻ കണ്ട സാറേ, അതിന്റെ അകത്തുനിന്ന് വേലി നിന്നാ പട്ടി വന്നത്. സാറേ, ഇയാള് മനഃപൂർവ്വം ഞങ്ങളോട് വൈരാഗ്യം തീർക്കുക. കഴിഞ്ഞ ദിവസം ഇയാൾ കുടിച്ച് കടയിൽ വന്നതിന് ഞാൻ അല്പം മോശമായിട്ട് സംസാരിച്ചു. അതിന്റെ പേരില് ഇയാൾ അച്ഛനുമായി വാക്കേറ്റ് ഒന്നും തള്ളുമൊക്കെ ഉണ്ടാക്കിയതാ. ഇപ്പൊ ഇങ്ങനൊരു കാര്യം വന്നപ്പോ അയാൾ ആ വൈരാഗ്യവും വെച്ച് പെരുമാറുന്നത്. എന്തായാലും ഇതൊരു ചെറിയ സംഭവമൊന്നുമല്ല, കൊലപാതകമാണേ. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത നല്ല ക്ലിയർ മർഡർ. കുഴിച്ചിട്ടപ്പോ പട്ടി മടന്ന് കണ്ടുപിടിക്കുമെന്ന് കരുതിയില്ലല്ലേ? പട്ടിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ മനുഷ്യ മാംസത്തിന്റെ മണമുണ്ടല്ലോ, അത് പെട്ടെന്ന് തിരിച്ചറിയും. തെളിവുകളും മൊഴികളും ഒക്കെ കുഴപ്പമാണല്ലോ ശാരദാമ്മേ. സാറേ, ഞങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. വെറുതെ ഈ കേസിലേക്ക് നിരപരാധികളായ ഞങ്ങളുടെ കുടുംബത്തെ വലിച്ചഴക്കരുത്. ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാല് പിടിക്കാം. ഇതിൽ എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. കൈപ്പത്തിയുമായി ആ തെരുവുനായി ഇറങ്ങി വന്നു എന്ന് പറയുന്നത് നിങ്ങളെ കോമ്പൗണ്ടിനകത്തുനിന്ന. അതിന് ദൃക്സാക്ഷിയുണ്ട്. സാർ, ഞങ്ങളുടെ കോമ്പൗണ്ടിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് വിജനമായൊരു സ്ഥലമാണ്. അതിനപ്പുറം പുഴയാണ്. അതിലൂടെ ഒഴുകി വന്ന ഏതെങ്കിലും ബോഡിയിൽ നിന്ന് അറ്റുപോയ കൈപ്പത്തിയാണ് നായ കടിച്ചെടുത്തുകൊണ്ട് വന്നതെങ്കിലോ? അങ്ങനെ ആവാൻ സാധ്യതയില്ലേ സാറേ? പക്ഷേ ഞാൻ നിങ്ങളെ സംശയിക്കാൻ ഇതൊന്നുമല്ല കാരണം. ഈ കുമാരൻ പറഞ്ഞത് മുഖവേലയ്ക്ക് എടുക്കുന്നില്ല. കുടിയനല്ലേ, എപ്പോ വേണമെങ്കിലും മാറ്റി പറഞ്ഞേക്കാം. പക്ഷെ എനിക്കറിയേണ്ടത് മറ്റൊരു വിവരം. ഒരാളെ ഇതിനു മുമ്പ് ഈ ചുറ്റുപാടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. അയാളുടെ പേര് നസീർ. അയാൾ അവസാനം ഫോൺ ചെയ്തു എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ടിനകത്തുന്ന. അന്നത്തെ ആ ഫോൺ വിളിക്ക് ശേഷം നസീറിന്റെ ശബ്ദം പിന്നെ ഈ ഭൂമിയിൽ ആരും കേട്ടിട്ടില്ലേ? നസീർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നസീറിന്റെ ബോഡിയിൽ നിന്ന് മറ്റുപോയ കൈപ്പത്തിയും കൊണ്ടാണ് ആ തെരുവ് നായ വന്നിട്ടുള്ളെങ്കിൽ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കൂടെ തൂക്കിയെടുത്ത് അതിടേണ്ടി വരും. നസീറിനെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിന്. അത് ശരി, ആനക്ക് അങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു. അപ്പൊ സംഗതി ടിസ്റ്റാ. അല്ല ഗോപാലകൃഷ്ണ, ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് പണിയെടുത്തിയത്? ഓരോരോ അവയവങ്ങൾ പ്രത്യേകം പ്രത്യേകം കവറുകളിലാക്കി കുഴിച്ചിടുകയായിരുന്നോ, അതോ മറ്റു വല്ല മോഡേൺ ടെക്നിക്കും ഇതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടോ? ഇനി അതുമല്ല, അതിനുവേണ്ടി ഇനി വല്ല കൂടിയ ബുദ്ധിയും ഇതിനകത്ത് പങ്കുചേർന്നിട്ടുണ്ടോ? വല്ല IAS ബുദ്ധിയോ മറ്റോ ഇതിന്റെ പിന്നിൽ വന്നിട്ടുണ്ടോ എന്നാ ഞാൻ ചോദിച്ചതേ.